സർവകൃപാലുവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പവർവിഷൻ TV ചാനലിലെ എല്ലാ പ്രേക്ഷകരെയും ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്ത ദാസന്മാർ, കൂടി വന്ന ഈ സ്റ്റുഡിയോയിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹീതമായ ദൈവമക്കൾ, എനിക്ക് മുമ്പേ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ അഭിഷക്തൻ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഓർക്കുന്നു. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയും ആ ആത്മസാന്നിധ്യത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനങ്ങൾ ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളുടെ ലൈഫിൻ്റെ അകത്തും അസാധാരണ ദൈവപ്രവർത്തികളെ ഈ ദിവസങ്ങളിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ആ യേശുവിൻ്റെ നല്ല പ്രസൻസിനായി ഞാൻ പ്രാരംഭത്തിൽ കർത്താവിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ചൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യം. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രനെ, ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ ഇനി നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. 7-ാമത്തെ വാക്യം ആണ് ഇന്നത്തെ സന്ദേശ വിഷയം. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകും. പുത്രത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് അല്പസമയങ്ങൾ നിങ്ങളുമായി ഈ തിരുവചനത്തെ കൈമാറുമ്പോൾ ഈ പുത്രത്വം എന്ന വിഷയം അത് ശരിക്കും ഒരു അറിവല്ല, ഒരു സന്ദേശമല്ല, ഒരു വെളിപ്പാടാണ്. ഈ വെളിപ്പാടിൻ്റെ ഒരു പ്രത്യേകത, ഈ വെളിപ്പാടിനെ അകത്ത് തിരിച്ചറിയുന്ന, ഈ വെളിപ്പാടിനെ മനസ്സിലാക്കുന്ന, അതിൻ്റെ അകത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. പുത്രത്വം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം നമ്മളോട് കൈമാറുമ്പോൾ യേശു പറഞ്ഞൊരു വാക്യത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. കർത്താവ് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് യേശു കർത്താവ് പറഞ്ഞു, പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യേശുവിനെ പിതാവ് അഭിഷേകം ചെയ്തതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ചിന്തകളിൽ, ചിന്താസരണിയിൽ വേഗത്തിൽ വരുന്നത് ദൈവരാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മിനിസ്ട്രിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വലിയൊരു വെളിപ്പാട് ഇതാണ്. യേശു കർത്താവ് പറയാം, പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനാ പിതാവ് യേശുവിനെ അഭിഷേകം ചെയ്ത്? പല കാര്യങ്ങളിൽ ഒന്ന് വചനം പറയുകയാ, പുത്രത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ സ്റ്റുഡിയോയിലിരുന്ന ഈ ദൂതിനെ മനസ്സിലാകുന്നവരൊക്കെ ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പുത്രത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം നമ്മൾ വായിച്ച വാക്യം 4-ന്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നത്,
അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. അപ്പോൾ അവിടെ എങ്ങനെ എന്നൊരു ചോദ്യം വരും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പുത്രത്വത്തിന്റെ വെളിപ്പാട് അകത്ത് കയറുന്ന ഒരു ദൈവ പൈതലിന്റെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും. പുത്രത്വത്തിന്റെ വെളിപ്പാട് അകത്ത് കയറുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മാറ്റമാണ് ഒരു നോർമൽ ലൈഫിൽ നിന്നും ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്ക് നമ്മുടെ ലൈഫ് തിരിയാൻ തുടങ്ങും. ഇന്ന് ലോകമെമ്പാടും ഇരുന്ന് ഈ തിരുവചനത്തെ ശ്രവിക്കുന്ന അനേകരോട്, അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോയിലിരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയുക, അസാധാരണ ലൈഫിന് വേണ്ടി കൊതിക്കുന്നവരുടെ ജീവിതത്തിൽ പുത്രത്വത്തിന്റെ വെളിപ്പാട് അകത്ത് കയറിയാൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ചില മിറാക്കിളുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് ക്രിയേറ്റ് ആകാൻ തുടങ്ങും. ഇന്നത്തെ ദിവസം അങ്ങനൊരു ദിവസമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? ഭയങ്കര ഭാരത്തോടെ ഏതൊക്കെയോ വിഷയത്തിന്റെ അകത്ത് തകർന്ന അനുഭവത്തിൽ ഈ ചാനലിലൂടെ ഈ ലൈവ് ശ്രവിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുകയാണ്, ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയാൽ ഈ പകൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുകയാണ്. അതുകൊണ്ടാ പരിശുദ്ധാത്മാവ് പറയുന്നത്, പുത്രത്വം ഒരു സന്ദേശമല്ല, പുത്രത്വം ഒരു പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അഡോപ്ഷൻ ഓഫ് സൺ, പുത്രത്വം ഒരു വെളിപ്പാടാണ്. ഈ വെളിപ്പാടിന്റെ പ്രത്യേകത നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ് തിരിക്കാൻ തുടങ്ങും. നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ് രൂപാന്തരങ്ങൾ വരുത്താൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അങ്ങനെ നീ ഇനി ദാസനല്ല, അങ്ങനെ ഇനി നീ ദാസനല്ല. എങ്ങനെയാണ് നമുക്ക് ഈ പുത്രത്വം ലഭിച്ചത്? എങ്ങനെയാണ് നാം അവകാശികളായി മാറിയത് എന്ന തിരുവചനത്തെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ആയുസ് മുതൽ മുഴുവൻ പഠിച്ചാലും തീരാത്ത ഒരു ദൈവിക വെളിപ്പാടാണ്. എന്നിട്ട് രത്നച്ചുരുക്കമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ സന്ദേശത്തെ കൺക്ലൂഷൻ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എങ്ങനെയാണ് പുത്രത്വം നമുക്ക് ലഭിച്ചത്? അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. കാലസമ്പൂർണതയിൽ യേശു കർത്താവ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി വിലയ്ക്ക് വാങ്ങി നമ്മെ, അവന്റെ രക്തം ക്രൂശിൽ നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങി, ഒന്നുകൂടി പറഞ്ഞാൽ നമ്മെ അഡോപ്റ്റ് ചെയ്ത് നമ്മെ വീണ്ടെടുത്ത് ഒരു നോർമൽ ലൈഫിന് വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ, യേശു ഈ ഭൂമിയിൽ എങ്ങനെ ദൈവരാജ്യത്തെ പ്രസന്റ് ചെയ്തോ, യേശു കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെ ആയിരുന്നോ, ആ ഹെവൻലി നേച്ചറിന്റെ അകത്ത്, ആ ഹെവൻലി ക്യാരക്ടറിന്റെ അകത്ത്, ഒന്നുകൂടി പറഞ്ഞാൽ തിരുവചനം പറയുകയാണ്, ഇരുളിന് അവനെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. പുത്രത്വത്തിന്റെ ലെവലിന്റെ അകത്തേക്ക് കയറുന്ന ഒരു ദൈവ പൈതലിനെ ഇരുളിന് പിടിച്ചടക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ നാം കേട്ടതുപോലെ മിസ്രൈമിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടിട്ടും നിങ്ങളെ പിന്തുടരുന്ന ഒരു ഫറവോനുണ്ടെങ്കിൽ, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഈ പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ പ്രശ്നമല്ല വലുത്, നിങ്ങളുടെ പ്രോബ്ലമല്ല വലുത്, പുത്രത്വത്തിന്റെ അകത്ത് വെളിപ്പെടുന്ന അഭിഷേകമാ വലുത്. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് ആണ് ഇതിനെ വെളിപ്പെടുത്തി തരുന്നത്. എങ്ങനെയാണ് യേശു നമ്മെ വീണ്ടെടുത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നാം പുത്രത്വം പ്രാപിച്ചത്? ബൈബിൾ പഠിക്കുമ്പോൾ
ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ്. ബാക്കിയെല്ലാം യേശു കർത്താവിൻ്റെ ദാനമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ വീണ്ടെടുപ്പ് യേശു കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി വന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, വിലയ്ക്ക് വാങ്ങിയിട്ട് നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചു. വീണ്ടെടുത്തപ്പോഴേ പുത്രത്വമെന്ന പദവി നമുക്ക് ലഭിച്ചു. എന്നാൽ ഇതിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ, ഇത് വെളിപ്പെടണമെങ്കിൽ, ഈ ഒരു ലൈഫ് വെളിപ്പെട്ട് വരണമെങ്കിൽ ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ഏത് അഭിഷേകമാണോ, ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ഏത് ഹോളി സ്പിരിറ്റ് ആണോ, ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചിട്ട് തിരുവചന ഉറപ്പ് തരികയാ. ഇനി നീ ദാസനല്ല, പുത്രനത്രേ. ഇനി നീ അപേക്ഷിക്കത്തില്ല, ഇനി നീ കമാൻഡ് ചെയ്യാൻ പോകുകയാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ രോഗത്തെ നോക്കി കമാൻഡ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി, നിങ്ങളുടെ പ്രതിസന്ധിയെ നോക്കി കമാൻഡ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി, നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന വിഷയങ്ങളെ നോക്കി കമാൻഡ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഈ പുത്രത്വത്തിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് പറയുകയാ, ഈ വിടുതൽ, ഈ വചനം ഡിക്ലെയർ ആയി മാറാൻ പോകുകയാ. ഇതിനകത്ത് മൂവ് ചെയ്യുന്നുണ്ട് ഹോളി സ്പിരിറ്റ്. പുത്രത്വത്തിന്റെ ആത്മാവ് ഇതിനകത്ത് മൂവ് ചെയ്യുന്നുണ്ട്. ഈ വചന വെളിപ്പാടിന്റെ അകത്തേക്ക് സഭയെ കർത്താവ് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ യേശുവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വചനം പറയുകയാ, സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചിട്ട് കർത്താവിന്റെ വചനം പറയും, ഇനി അങ്ങനെ, ഒരാമേൻ പറയാവോ? അങ്ങനെ ഇനി നീ ദാസനല്ല, പുത്രനത്രേ. തൻ്റെ ഇടത്തോടെ ശിരസിൽ കരം വെച്ച് പറ, ഞാൻ ഇനി ദാസനായി ജീവിക്കത്തില്ല, ഞാൻ ഇനി രോഗത്തിന്റെ അടിമയായി കിടക്കത്തില്ല, ഞാനൊരു ശാപത്തിന്റെ കീഴിലല്ല, ഞാനൊരു പ്രതിസന്ധിയുടെ കീഴിലല്ല. പരിശുദ്ധാത്മാവ് അനേകരോട് ഈ ലൈവിലൂടെ പ്രവചിച്ചു പറയുകയാണ്, ആമേൻ, നിന്നെ അടക്കിയിരിക്കുന്ന ചില രോഗങ്ങൾക്ക് ഈ പകലിൽ അറുതി വരാൻ പോകുകയാ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ചില പ്രതിസന്ധികള്, ചില സൂയിസൈഡ് ടെൻഡൻസിയുടെ ആമേൻ ദാസ്യത്തിന്റെ ആത്മാവിനെ സ്വർഗം ഈ വചനം കൊണ്ട് പൊട്ടിച്ചിട്ട് പറയുക, പുത്രത്വത്തിന്റെ ലെവലിലേക്ക് ഹോളി സ്പിരിറ്റ് ഇന്ന് പകലിൽ ചിലരെ ഷിഫ്റ്റ് ചെയ്യുന്ന പകലാ. വചനം അതുകൊണ്ട് പറയുക, ഇനി അങ്ങനെ ഇനി നീ ദാസനല്ല. അതിന്റെ അർത്ഥം നീ ഉപവസിച്ച് പുത്രനായെന്നല്ല, പ്രാർത്ഥിച്ചു പുത്രനായെന്നല്ല, വീണ്ടെടുത്ത് ഹോളി സ്പിരിറ്റിനെ, പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്നിട്ട് കർത്താവ് പറയാ, അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെന്തിലോ അവകാശിയുമാണ്. ഇന്ന് ദൈവാത്മാവ് ചിലരോട് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അവകാശിയാകട്ടോ, ചില വിടുതലിന്റെ അവകാശിയാകട്ടോ, ചില വാഗ്ദത്തങ്ങളുടെ അവകാശിയാകട്ടോ. ഈ പകലിൽ ദൈവമക്കളാകാനുള്ള വിളിയുടെ അവകാശിയാണ്. ഇനി ഒരു ശത്രുവിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ഒരു ശത്രുവിന് നിന്നെ തടയാൻ കഴിയത്തില്ല. ഒരു അവകാശത്തിലേക്ക് ആത്മാവ് ആരെയൊക്കെയോ ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുകയാ. റിയലായി അത് സംഭവിക്കാൻ പോകുക. പുത്രത്വത്തിന്റെ വെളിപ്പാടിനകത്തേക്ക് കയറുന്ന, ഇത് തിരിച്ചറിയുന്ന ആമേൻ ചിലരെ പരിശുദ്ധാത്മാവ് ഇന്നു പകലിൽ അത് എന്താണെന്ന് ലൈഫിന്റെ അകത്ത് പഠിപ്പിക്കും. ആ ജീവിതത്തെ കൊണ്ടുവരും ഈ ആത്മാവ്. ഈ വചനം ആ ലൈഫിനെ കൊണ്ടുവരും. അങ്ങനെ കൊതിക്കുന്ന ചിലർ ഈ സ്റ്റുഡിയോക്കകത്തുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്, അങ്ങനെ ഉപവസിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, ഇനി നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ അവകാശിയാണ്. ചിലതിനെ നോക്കി കൽപ്പിക്ക്, ചിലതിനെ നോക്കി വിളിച്ചു വരുത്ത്, ചിലതിനോട് പ്രവചിക്ക്. ആമേ, താഴ്വരെ കിടക്കുന്ന ചില അസ്ഥികളോട് പ്രവചിക്ക്, ഞാൻ പുത്രനാണെങ്കിൽ നിന്നെ സൈന്യമാക്കാനുള്ള അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്.
ജീസസ്. എന്താ ഈ പുത്രനായാൽ, ഈ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ, ഈ പുത്രത്വത്തിന്റെ ലൈഫ് ജീവിച്ചു തുടങ്ങുമ്പോൾ എന്താ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യം മാത്രം അടർത്തിയെടുത്ത് വേദവിചിന്തനം ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരത്രേ. പുത്രത്വം എന്ന പദവി ലഭിച്ച നാം, വചനം പറയും, ഇനി അന്യരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരാണ്. എന്താ ദൈവത്തിന്റെ ഭവനക്കാരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് ആ പദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ഒത്തിരി ആത്മീയ സത്യങ്ങളുടെ വെളിപ്പാടുകളുടെ കലവറകൾ പൗലോസിലൂടെ സഭയ്ക്ക് കൈമാറിയിട്ട് പൗലോസ് ആഗ്രഹിച്ച, ഈ സഭയായിത്തീരാൻ ആഗ്രഹിച്ച അടിസ്ഥാനപരമായ ഒരു തത്വത്തിലേക്ക്, ഒരു വെളിപ്പാടിലേക്ക് ഇവർ വരേണ്ടതിന് പൗലോസ് പരിശുദ്ധാത്മാവിൽ പറഞ്ഞ ഒരു കാര്യം, രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടിട്ട് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എഫെസോസിലുള്ള ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. ആരിൽ വിശ്വസിക്കുന്നവരാ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എഴുതുന്നത്. ബാക്കി മുഴുവൻ വെളിപ്പാടുകളാണ്. ഈ വെളിപ്പാടുകളെല്ലാം സഭയ്ക്ക് കൈമാറിയിട്ട് പൗലോസ് പറയുക, എന്നാൽ ഈ വെളിപ്പാടുകൾ പ്രായോഗിക തലത്തിൽ വരണമെങ്കിൽ, ഈ വെളിപ്പാടുകൾ പ്രാക്ടിക്കൽ ലൈഫിൽ വരണമെങ്കിൽ, ബാക്കിയെല്ലാം റീഡ് ചെയ്ത് പഠിക്കാം. അതല്ലേ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്? ആദ്യം എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ റീഡ് ചെയ്താൽ, നിങ്ങൾ വായിച്ചാൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകും. ഈ വെളിപ്പാടുകളെ, ഈ ഹെവൻലി വിഷ്ടത്തെക്കുറിച്ച് ആഴമായി സഭയോട് കൈമാറിയിട്ട് പോൾ പറയുകയാണ്, ഇതെല്ലാം പ്രായോഗികമായി വരണമെങ്കിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കണം. അതാണ് നമ്മൾ വായിച്ച ഗലാത്യ ലേഖനത്തിലെ അഡോപ്ഷൻ ഓഫ് സൺ, പുത്രത്വം. ഈ പുത്രത്വം ഒരു വെളിപ്പാടാണ്. ഇതൊരു ദൈവ പൈതലിന്, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകണമെങ്കിൽ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, എഫേസ്യ ലേഖനം ഒരു വാക്യം ഒഴിച്ച് ബാക്കി മുഴുവൻ വാക്യങ്ങളും വെളിപ്പാടുകളാണ്. ഈ വെളിപ്പാടുകൾ റീഡ് ചെയ്ത് നമുക്ക് മനസ്സിലാകും, കേട്ട് മനസ്സിലാകും, മെസ്സേജുകൾ കേട്ട് മനസ്സിലാകും. എന്നാൽ ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ പൗലോസ് ഒത്തിരി സഭയെക്കുറിച്ച് ആഗ്രഹിച്ചു. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട നിങ്ങൾ പാട്ടുപാടി അന്യഭാഷ പറഞ്ഞ് പോകാനുള്ളവരല്ല, വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ പ്രാപിച്ച് ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ തിരിയാൻ തുടങ്ങണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളിനി അന്യരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരത്രേ. എന്താ ദൈവഭവനത്തിന്റെ പ്രത്യേകത? പുത്രത്വം എന്ന വിഷയത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പുത്രത്വത്തിലൂടെ നാം ദൈവത്തിന്റെ ഭവനക്കാരായി മാറി. ബൈബിൾ പറയുന്നു, ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭവനക്കാരായി മാറി. ദൈവത്തിന്റെ ഭവനക്കാരെന്ന് പറയുമ്പോൾ ദൈവഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ദൈവ പൈതൽ യേശുവിനെ ആരാധിക്കുന്നത് കേവലം ഫിസിക്കൽ മെറ്റീരിയൽസ് ലഭിച്ചത് കൊണ്ടല്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ദൈവഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്ത് പുത്രത്വം എന്ന പദവി ലഭിച്ച ഒരു ദൈവ പൈതൽ യേശുവിനെ ആരാധിക്കുന്നത് കേവലം ഫിസിക്കൽ മെറ്റീരിയൽസ് ലഭിച്ചത് കൊണ്ടല്ല. വചനം പറയുക, ദൈവഭവനത്തിലേക്ക് പുത്രനായി അഡോപ്റ്റ് ചെയ്യപ്പെട്ട,
പുത്രത്തിൽ ലഭിച്ച ഒരു ദൈവ പൈതലിനെ പിടികിട്ടുന്ന ഒരാത്മീക തലമുണ്ട്. അതിതാണ് അൺസർച്ചബിൾ ഓഫ് ക്രൈസ്റ്റ്, ആ യേശു ക്രിസ്തുവിന്റെ അപ്രമേയ ധനം. ഇത് ദൈവഭവനത്തിൽ ആ പദവിക്കകത്തേക്ക് വന്നെങ്കിലേ മനസ്സിലാവൂ. ഇപ്പോൾ പുത്രത്വം, ഇനി നീ ദാസനല്ല, ഇനി നീ അടിമയല്ല, നീ പുത്രനാണ്, അവകാശിയാണ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ വചനം പറയുക, അതിന്റെ അർത്ഥം ഇതാ: നാം അന്യരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരത്രേ. എന്താ ദൈവഭവനക്കാരുടെ പ്രത്യേകത? അവർ ആഴമേറിയ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിനകത്ത് ചലിക്കുന്നവരാണ്. അതാ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ അപ്രമേയ ധനം, ക്രിസ്തുവിന്റെ മർമ്മം, അതിനെക്കുറിച്ച് എനിക്കുള്ള ബോധം. നിങ്ങൾ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെങ്ങനെ ലഭിച്ചത്. ദൈവഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാ, ഈ പുത്രത്വം ലഭിച്ചപ്പോഴാ, ഈ പദവി ലഭിച്ചപ്പോഴാ. ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാ പറയുക, ഈ ഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്, ഈ പുത്രത്വം നമ്മൾക്ക് ലഭിച്ചത് ആഴമേറിയ വെളിപ്പാടിനകത്ത് സഭ മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. 2, പുത്രത്വം എന്ന പദവിയിലൂടെ ഉറപ്പിക്കുന്ന ദൈവിക വിടുതലുകൾ നമുക്ക് ലഭിക്കും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഉറപ്പിക്കുന്ന ദൈവിക വിടുതലുകൾ, അല്ലെ? വേഗത്തിൽ രത്നചുരുക്കമായി പറയാം. അബ്രഹാമിനെ കുറിച്ച് നാം തിരുവചനം പഠിക്കുന്നു. ആമൻ. നീണ്ട വർഷങ്ങൾ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ച ഈ അബ്രഹാമിന്റെ മകനെ തന്നെ, വാഗ്ദത്ത സന്തതിയെ തന്നെ ഹോമയാഗമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവരുടെ യാത്രയിൽ ഇസഹാക്ക് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ആ തീയും വിറകുമുണ്ട്. യാഗത്തിനുള്ള ആട് അല്ലെങ്കിൽ യാഗമൃഗം എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ മറുപടിയായി ആകുല ചിന്തയോടെ, ആശങ്കയോടെ അല്ല അബ്രഹാം മറുപടി കൈമാറിയത്. ആമൻ. തന്റെ മകനോട് മറുപടി പറഞ്ഞത്, അബ്രഹാം പറഞ്ഞത് ഇതാണ്: ദൈവം യാഗത്തിനു വേണ്ടി ആടിനെ കരുതും. ഈ കോൺഫിഡൻസ് അബ്രഹാമെ എവിടുന്നാ കിട്ടിയത്? ഈ കോൺഫിഡൻസ് കിട്ടിയത് ഉറപ്പുള്ള ഒരു വിടുതൽ അവന്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോഴാ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, ഉറപ്പുള്ള വിടുതലുകൾ, നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, ക്രിസ്ത്യ ലൈഫിനെ ഉറപ്പിക്കുന്ന, ആമേൻ, ആത്മീയ ജീവിതത്തെ ഉറപ്പിക്കുന്ന ദൈവിക വിടുതലുകൾ ഈ പുത്രത്വത്തിന്റെ അകത്തിലൂടെ നിനക്ക് ലഭിക്കും. ഇന്ന് പകലെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനാണ് ചിലരെ ഇതിനകത്ത് കൂട്ടിവരുത്തിയിരിക്കുന്നത്. ചില ഉറപ്പിക്കുന്ന, പിന്നെയും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന, പിന്നെ ഉറപ്പിക്കുന്ന ചില വിടുതലുകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ ചിലരുടെ മേൽ കൈമാറുകയാണ്. എന്താ ഉറപ്പിക്കുന്ന വിടുതൽ? അവൻ ഉറപ്പിക്കുന്ന ദൈവിക വിടുതലുകൾ വെളിപ്പെടുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. ഉറപ്പിക്കുന്ന ദൈവിക ഡെലിവറൻസ് നടക്കുമ്പോൾ, വാഗ്ദത്തങ്ങളുടെ മറുപടി ലഭിക്കുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. ഒരു മനുഷ്യൻ 38 വർഷമായി ഒരു വിടുതലിന് വേണ്ടി, വിടുതൽ ലഭിക്കുന്നതിന്റെ അടുത്ത് തന്നെ കിടക്കുമ്പോൾ അവൻ ഇങ്ങനെ ചോദിച്ചു കാണും, കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ? എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഈ പ്രശ്നം മാറാത്തത്? എനിക്ക് മാത്രം എന്താ ആദ്യം ആ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ കഴിയാത്തത്? ഞാനും പ്രാർത്ഥിച്ചല്ലോ, ഞാനും ഉപവസിച്ചല്ലോ, ഞാനും ആരാധിച്ചല്ലോ. പക്ഷേ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറയുകയാണ്, നിന്റെ വിടുതൽ ഉറപ്പിക്കാൻ വേണ്ടി വ്യത്യസ്തമായ ഒരു മറുപടി നിനക്ക് തരികയാ. ദൂതൻ ഇറങ്ങാൻ നീ വെയിറ്റ് ചെയ്യണ്ട. ആമേൻ. വെള്ളം കലങ്ങാൻ നീ വെയിറ്റ് ചെയ്യണ്ട. മറ്റുള്ളവർക്ക് മറുപടി ലഭിച്ചതുപോലല്ല, നിന്റെ വിടുതൽ വ്യത്യസ്തമാ. ഉറപ്പുള്ള വിടുതൽ ലഭിക്കുമ്പോൾ വിശ്വസിച്ചോ, നിന്റെ വാഗ്ദത്തം വ്യത്യസ്തമാ, നിന്റെ മിനിസ്ട്രി വ്യത്യസ്തമാ, നിന്റെ വിടുതൽ വ്യത്യസ്തമാ. ഈ സന്ദേശത്തിലൂടെ അനേകരോട് പരിശുദ്ധാത്മാവ് പറയുക, വ്യത്യസ്തമായ ഒരു വിടുതലിന് വേണ്ടി ആരോ വെയിറ്റ് ചെയ്യുക.
വ്യത്യസ്തമായി ഉറപ്പിക്കുന്ന ഒരു വിടുതല് ആരുടെയൊക്കെ ലൈഫിന്റെ അകത്ത് സംഭവിക്കാൻ പോകുകയാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തോട് അവൻ ഒന്നിലധികം പേരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വൈകി ആ വിഷയമുണ്ടല്ലോ, എന്റെ ലൈഫിൽ മാത്രമെന്താ ഇങ്ങനൊരു പ്രശ്നമെന്ന് ചോദിച്ച ആ വിഷയമുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പറയാ അതിന്റെ മറുപടി മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലല്ല, അതിന്റെ മറുപടി വ്യത്യസ്തമായി വെളിപ്പെടാൻ പോകാം. അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആ ദൈവിക വിടുതൽ, ഉറപ്പിക്കുന്ന ദൈവിക വിടുതൽ ഈ പുത്രത്വത്തിന്റെ പദവിക്കകത്താ വെളിപ്പെടുന്നത്. അതുകൊണ്ട് വൈകി ആ വിഷയത്തെ നോക്കി പറഞ്ഞു, ഞാൻ ദാസനല്ല, ഞാൻ പുത്രനാണെന്ന് കോൺഫിഡൻസോടെ പറഞ്ഞു. ആ വാക്തത്വം ഞാൻ കാണും, ആ തലമുറയുടെ വിഷയത്തിന്റെ മറുപടി ഞാൻ കാണും, ആ ബിസ ഞാൻ കയ്യിൽ വാങ്ങും, ദൈവരാജ്യത്തിൽ ഞാൻ പ്രയോജനപ്പെടും. ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം യേശുവിന്റെ ഒറ്റ വാക്കിനാൽ കയറി വരാൻ പോകുകയാ. അതങ്ങനെ തന്നെ സംഭവിക്കും. പരിശുദ്ധാത്മാവ് ദൂത് പറയുക, അതങ്ങനെ തന്നെ സംഭവിക്കും. ഇത് ലഭിക്കുന്നത് ഈ പുത്രത്വം എന്ന പദവിക്കകത്താ. 2, ഉറപ്പിക്കുന്ന ദൈവിക വിടുതലുകൾ ഈ പുത്രത്വത്തിന്റെ വെളിപ്പാടകത്ത് കയറുന്നവർക്ക് മനസ്സിലാകും, അത് ലഭിക്കാനിടയാകും. 3, പരിശുദ്ധാത്മാവ് പറയുന്നു, പുത്രത്വത്തിന്റെ അകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ വെളിപ്പാട് മനസ്സിലാകുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ദൈവമക്കളുടെ വളർച്ചയെ തടയാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, പുത്രത്വം എന്താണെന്ന് തിരിച്ചറിയുന്ന, പിടികിട്ടുന്ന, മനസ്സിലാകുന്ന, ആ ലൈഫ് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വളർച്ചയെ തടയാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയത്തില്ലെന്ന്. അതിന്റെ കാരണം വെളിപ്പാടോട് കൂടെ വ്യാപരിക്കുന്ന അസാധാരണമായൊരു ദൈവശക്തിയുണ്ട്. അല്ലെ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് സഭ എങ്ങനെ പവർഫുള്ളായ സഭയാകാൻ ആഗ്രഹിച്ചു എന്ന് ആ വാക്യം വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഓരോ ദൈവ പൈതലും ക്രൈസ്റ്റ് റെവലേഷന്റെ അകത്തും നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാക്കിയും കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ബൈബിൾ ഒരു കാര്യം കൂടി ആഹ്വാനം ചെയ്യുകയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നറിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിനകത്ത് കടന്നു വന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കും, എനിക്കറിയേണ്ടത് പിശാചിന്റെ ശക്തിയുടെ വലിപ്പമല്ല, എനിക്കറിയേണ്ടത് മറ്റൊരു ശക്തിയുടെ വലിപ്പമല്ല. എന്നെ അഡോപ്റ്റ് ചെയ്തെങ്കിൽ എൻ്റെ പദവിക്കകത്ത് വെളിപ്പെടുന്ന ഒരാത്മശക്തിയുണ്ട്. എൻ്റെ പുത്രത്വത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഹോളി സ്പിരിറ്റിന്റെ ഒരു പവറുണ്ട്. അതൊരു നിസ്സാര ശക്തിയല്ല. എൻ്റെ വളർച്ചയെ തടയുന്നതിനെ പൊളിക്കാൻ, എൻ്റെ വളർച്ചയെ തടയുന്നതിനെ വെട്ടിക്കേറാൻ ഈ പകലിൽ എൻ്റെ മേൽ പകർന്ന ഒരു അസാധാരണ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. അത് ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന അനേകരുടെ ലൈഫിനകത്തേക്ക് അത് ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ്. വളർച്ചയെ തടയാൻ കഴിയത്തില്ല. ദൈവമക്കളുടെ വളർച്ചയെ തടയാൻ കഴിയത്തില്ല. കാരണം നാം ചലിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ വളർച്ചയെ തടയാൻ കഴിയത്തില്ല. സഭ വളരും, ശുശ്രൂഷകൾ വളരും. കാരണം പൗലോസ് പറയുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിങ്ങൾ അറിയണം. ആരറിയണം? നാം അറിയണം. ആരറിയണം? നാം ഇനി ദാസന്മാരല്ല, അവകാശിയത്രേ. നാം ഇനി ദാസനല്ല, പുത്രനത്രേ. അതുകൊണ്ട് വചനം പറയുക, നാം ആ അളവറ്റ വലിപ്പം, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അറിയാൻ പോകാം. ഞാനിങ്ങനെ പറയാറുണ്ട്, ആമേൻ, യേശുവിനെ ഒത്തിരി സ്നേഹിച്ച, കർത്താവിനെ ഒത്തിരി ഇഷ്ടപ്പെട്ട
എപ്പോഴും കർത്താവിന്റെ കൂടുണ്ടായിരുന്ന സ്ത്രീകളിൽ ഒരാൾ മറിയ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ സഹോദരിമാർ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, നമ്മൾ അങ്ങോട്ട് പോവുക, കല്ലറയുടെ അരികിലേക്ക് പോവുക, ആര് ആ കല്ല് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? എത്ര സമയം വരെ ഈ ചോദ്യം നിന്നു? ആമേൻ. ഈ ദൈവശക്തി അളവറ്റ വലിപ്പമായി നമ്മിൽ വ്യാപരിക്കുമെന്നുള്ളതിന്റെ തെളിവ് 20-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 1:20 വാക്യം ഇങ്ങനെ പൗലോസ് കോൺഫിഡൻസോടെ പറഞ്ഞു, ആമേൻ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എങ്ങനെ? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എങ്ങനെ വ്യാപരിച്ചു? അളവറ്റ നിലകളിൽ ക്രിസ്തുവിൽ വ്യാപരിച്ചു. അല്ലെ, വചനം പറയുകയാണ്, അവർ ഒരു ചോദ്യം ചോദിച്ചു, ഈ കല്ല് നമുക്ക് വേണ്ടി ആരുരുട്ടി മാറ്റും? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് അളവറ്റ ശക്തിയായി കല്ലറയ്ക്കകത്ത് ഇറങ്ങുന്നത് വരെ ഉള്ളായിരുന്നു ആ കല്ലിന്റെ ആയുസ്. ആമേൻ. ദൂതൻ ആ കല്ലുരുട്ടി മാറ്റാൻ ഇറങ്ങുന്നത് വരെ ഉള്ളായിരുന്നു ആ കല്ലിന്റെ ആയുസ്. ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചിട്ട് പ്രതിസന്ധി മാറുന്നില്ലെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ, മനസ്സിലാക്കിക്കോ, എപ്പോൾ ഈ പുത്രത്വത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു, എപ്പോൾ ഈ ദൈവശക്തി ഇറങ്ങുന്നു, അതുവരെയുള്ളൂ ചിലതിന്റെ ആയുസ്. ഈ ലൈവിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന ഒരുപാട് പേരുടെ ലൈഫിലേക്ക് ഈ അളവറ്റ ശക്തി വ്യാപരിക്കുകയാണ്. ഈ സന്ദേശം കൊണ്ട് ചില രോഗികൾ സൗഖ്യമാകുകയാണ്. ഈ പ്രാർത്ഥന കൊണ്ട്, ഈ വചനം കൊണ്ട് ചിലരുടെ മേൽ അസാധാരണ ഹീലിംഗുകൾ നടക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് വ്യാപരിക്കും. ആമേൻ. ഈ കല്ല് ദൂതൻ ഇറങ്ങിയപ്പോൾ ഉരുണ്ടു മാറി. അതെ, മറിയയുടെ ചോദ്യത്തിന് മറുപടി പരിശുദ്ധാത്മാവ് അളവറ്റ നിലകളിൽ അവിടെ ഇറങ്ങി. അപ്പോൾ ചിന്തിക്കുക, 3-ാമത്തെ കാര്യം, ഈ പുത്രത്വത്തിന്റെ അകത്ത് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അളവറ്റ ദൈവശക്തി വ്യാപരിക്കും. പുത്രത്വം എന്ന പദവിക്കകത്ത് അളവറ്റ ദൈവശക്തി വ്യാപരിക്കും. പുത്രത്വത്തിൽ, പദവിയിൽ, അനുഭവത്തിൽ നമ്മെ ജീവിക്കാൻ സഹായിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. റോമർ 8:5 ഇങ്ങനെ വായിക്കുന്നു, നാം പിന്നെയും ഭയപ്പെടുവാൻ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം പിന്നെയും ഭയപ്പെടാൻ, അഗൈൻ, വീണ്ടും ഭയത്തിന്റെ കീഴിൽ, വീണ്ടും പല ഈ നെഗറ്റീവ് ഇമോഷൻസിന്റെ കീഴിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദാസ്യത്തിന്റെ ആത്മാവിനെ മാറ്റി, ദാസ്യത്തിന്റെ ആത്മാവിൽ നിന്ന് ഡെലിവറൻസ് നൽകി, പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്ന് പുത്രത്വത്തിന്റെ പദവിയിൽ ജീവിക്കാൻ ഹോളി സ്പിരിറ്റ് ഇന്ന് പകലിൽ ചിലരെ തൊടുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചിലരെ തൊടുകയാണ്. വചനം പറയുന്നു, ഈ ലൈഫിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഈ ലൈഫ് നമുക്ക് കൊണ്ടുവരുന്നത്, ഇതിന് നമ്മെ സഹായിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പുത്രത്വത്തിന്റെ പദവിയിൽ നമ്മെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിശ്ചയമായും എത്ര പേർക്ക് കോൺഫിഡൻസോടെ പറയാൻ കഴിയും, ഞാൻ ഇനി ദാസനല്ല? അവിടെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയച്ചെന്ന് പറഞ്ഞിട്ടാ പറയുന്നത്, ഇനി നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ അവകാശിയാണ്. അവകാശിയുടെ പ്രത്യേകത എന്താ? ആമേൻ. ഉറപ്പിക്കുന്ന ദൈവിക വിടുതലുകൾ കാണാം. അവകാശിയുടെ പ്രത്യേകത എന്താ? അവന്റെ വളർച്ചയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവകാശിയുടെ പ്രത്യേകത എന്താ? അവൻ വിശ്വസിക്കുന്നവന് വേണ്ടി ഈ അളവറ്റ ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങും, ചലിക്കാൻ തുടങ്ങും. അവകാശിയുടെ പ്രത്യേകത എന്താ? അവൻ പ്രാപിച്ചത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെയും ഭയപ്പെടാൻ, പിന്നെയും നിരാശപ്പെടാൻ, പിന്നെയും ഡിപ്രഷനിൽ ജീവിക്കാൻ അവൻ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇന്ന് പകലിൽ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചിലരുടെ ലൈഫിന്റെ അകത്തേക്ക് ഈ പദവിയുടെ ബ്ലെസ്സിങ്ങുകൾ വെളിപ്പെടാൻ പോവുക, ഈ പദവിയുടെ ഉറപ്പിക്കുന്ന മറുപടികൾ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകലിൽ ഈ ദൂതിന് നന്ദി പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ ചിലരെ തൊടുന്നുണ്ടല്ലോ. ഈ പകലിൽ കർത്താവ് പറയുകയാണ്, ഇനി നീ ദാസനല്ല, പുത്രനത്രേ.
പുത്രനെങ്കിൽ അവകാശിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരായുസ് മുഴുവൻ പഠിച്ചാലും പഠിപ്പിച്ചാലും വായിച്ചാലും മനസ്സിലാക്കിയാലും തീരാത്തൊരു ദൈവിക വെളിപ്പാടാണ് പുത്രത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ലൈഫിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, നിങ്ങളുടെ ബാഡ് ഹിസ്റ്ററിയെ ചേഞ്ച് ആക്കി ഒരു പുതിയ ഹിസ്റ്ററി, ഈ സുവിശേഷത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ ശക്തി ചിലരുടെ ലൈഫിനകത്തേക്ക് ഈ ദൂത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? വചനം പറയുകയാണ്, വിശ്വസിച്ചോ, നിങ്ങൾ കിടക്കുന്ന ആ ബന്ധനമുണ്ടല്ലോ, ആ നിരാശയുണ്ടല്ലോ, ആ ഭാരമുണ്ടല്ലോ, ആ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടല്ലോ, ആ കടബാധ്യതയുണ്ടല്ലോ, അത് പുത്രത്വത്തിന്റെ പദവിക്കകത്തുള്ളതല്ലേ? അല്ല. ഈ പകലിൽ ആത്മാവ് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റാമന ശകദന ഘടക, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ പറയുന്നു, ഇനി നീ ദാസനല്ല, പുത്രനത്രേ. എത്ര പേർക്ക് ഈ പുത്രത്വത്തിന്റെ പദവിയിൽ ജീവിക്കാൻ താല്പര്യമുണ്ട്? എത്ര പേര് അതിനുവേണ്ടി കൊതിക്കും? എത്ര പേര് അതിനുവേണ്ടി ആഗ്രഹിക്കും? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലൈവിലൂടെ ശ്രവിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ പോകാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയ ആ പദവിയെക്കുറിച്ച്, ആ പുത്രത്വത്തെക്കുറിച്ച് കേൾക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ആ അനുഭവത്തിൽ ജീവിക്കാൻ, ആ ലെവലിൽ വളരുവാൻ, ആ പുത്രത്വത്തിന്റെ പദവിക്കകത്ത് വെളിപ്പെടുന്ന പ്രാപിക്കേണ്ട മുഴുവൻ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ തന്നെ സമർപ്പിച്ചു തരുന്നു. ഞങ്ങളെ അതിന് ക്വാളിറ്റി ആക്കുന്നത്, ഞങ്ങളെ അതിന് പ്രാപ്തി നൽകുന്നത് പരിശുദ്ധാത്മാവാകയാൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. സർവ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ തിരുവചനം ലോകമെമ്പാടും ഇരുന്ന് കേൾക്കുന്ന പവർ വിഷൻ TV പ്രേക്ഷകർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദൂതിനെ ശ്രവിച്ച, ഈ വചനത്തെ ശ്രവിച്ച എല്ലാവരുടെ മേലും ഈ അഭിഷേകത്തെ പകർന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ അഡോപ്ഷന്റെ പദവിയിലേക്ക് ദൈവജനത്തെ വളർത്തുന്നതിനായി സ്തോത്രം. തിരുവചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അളവറ്റ ദൈവശക്തിയാൽ ചില രോഗികൾ സൗഖ്യമാകട്ടെ. പ്രതിസന്ധിക്കകത്ത് ഭാരപ്പെടുന്ന ചിലരുടെ മേൽ ആത്മസാന്നിധ്യം ഇന്ന് പകലെ ചലിച്ചതിനായി നന്ദി പറയുന്നു. ഉറപ്പിക്കുന്ന ചില ദൈവിക വിടുതലുകൾക്കായി ചിലരെ ആത്മാവ് ഇന്ന് പകലെ തൊടുന്നതിനായി സ്തോത്രം. സർവ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ആഴമേറിയ വചനങ്ങൾക്കായി, വചന വെളിപ്പാടുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിശ്ചയമായും നിങ്ങളുടെ ലൈഫിനെ ഈ വചനം ചേഞ്ച് ആക്കും. ആമേൻ. ഈ പദവിക്കകത്ത് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ നമ്മെ സഹായിക്കും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. ഈ വചനത്തിന് നമ്മെ തൊടാൻ കഴിയും. ലൈഫിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ കഴിയും. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ ഈ ദൂതനെ സ്വീകരിച്ച് ആമേൻ ഡെയിലി ലൈഫിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ദാസനല്ല, അടിമയല്ല, പുത്രനത്രേ. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അത് പറഞ്ഞ് തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ വചനത്തിന്റെ ആത്മിക വെളിപ്പാടുകളോടൊപ്പം തന്നെ ആ സൂപ്പർ നാച്ചുറൽ ലൈഫ് നമുക്ക് ജീവിക്കാൻ കഴിയും. അതിനായി ഈ തിരുവചന സന്ദേശങ്ങൾ നിശ്ചയമായും വിടുതലായി മാറും, അനുഗ്രഹമായി മാറും. അതിനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.